മത്തായി സുവിശേഷം 6-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിച്ചേ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. വിചാരപ്പെടണ്ട. ആഹാരത്തെക്കാൾ നിങ്ങളുടെ ഒരു കാര്യത്തിലും വിചാരപ്പെടണ്ട. ഇനി കർത്താവ് പറഞ്ഞു കേട്ടെ, നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യണ്ട. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമെന്ന് ദൈവം അറിയുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നീ ദൈവത്തിന്റെ മുമ്പിൽ വന്ന് അവന്റെ രാജ്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പ്രാപിച്ചാൽ മതി. നിനക്ക് വേണ്ടതെല്ലാം നിന്റെ പുറകെ വന്നോളൂ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്നലെ വരെ പ്രാർത്ഥിച്ച് കുഴഞ്ഞവരോട് ഞാൻ ദൂത് പറയുക, അതൊന്ന് നിർത്തിയച്ച് അവന്റെ രാജ്യം അന്വേഷിക്കുക. എന്താണ് അവന്റെ രാജ്യം? അവന്റെ രാജ്യത്തിന്റെ ശക്തി എന്താണ്? അവന്റെ രാജ്യത്തിന്റെ അധികാരം. പൗലോസ്ലീഹയുടെ വാക്ക് കേട്ടോ, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ഇരുത്തി. ആര്? രക്ഷിക്കപ്പെട്ടവൻ ഇരിക്കുന്നത് എവിടാ? പുത്രന്റെ രാജ്യത്തിലാ. അതായത് ദൈവരാജ്യം. ഒരുത്തൻ രക്ഷിക്കപ്പെടുന്ന അന്ന് മുതൽ അവൻ ദൈവരാജ്യത്തിന്റെ ശക്തി അനുഭവിക്കാൻ തുടങ്ങും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ചിലർ ചോദിക്കും, പാടിയാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ? ദൈവരാജ്യത്തിൽ ഇരിക്കുന്നവന് ജീവിക്കണേ പാടണം. പ്രാർത്ഥിച്ചാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ? അത് ദൈവരാജ്യത്തിൽ ഇരിക്കുന്നവന് ജീവിക്കാൻ പ്രാർത്ഥിക്കണം. കാരണം അവൻ ഇവിടുത്തുകാരനല്ല, അവൻ പരദേശിയാ. അവനൊരു പൗരത്വമുള്ളത് സ്വർഗത്തിലാണ്. അവിടുന്ന് എൻ്റെ കർത്താവ് വരും. എന്തിനാ? ആ പൗരത്വം ഫുൾഫിൽ ചെയ്യാൻ. ഹല്ലേലൂയ. സത്യത്തിൽ നമ്മൾ ആസ്വദിച്ച് ജീവിക്കേണ്ടവരാ. നമ്മളാന്നേ ഉള്ള ടെൻഷനും എല്ലാം കൂടെ. ഇപ്പം ദൈവരാജ്യം പറഞ്ഞ ആത്മാവിലാകത്തില്ല. പിശാച് നിന്റെ വീട്ടുവാതിക്കൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ന് ഇവരെല്ലാം കൂടെ ഡ്രമ്മും കീബോർഡും അടിച്ച് നിങ്ങളെല്ലാം കൂടെ കൈയടിച്ച് കസേര മറിച്ച് ഇളക്കി മറിക്കും. പക്ഷെ ഇതറിയത്തില്ല. അതാ പ്രശ്നം. പിടികിട്ടിയോ? ഇപ്പൊ ബൈബിളിന്റെ സിസ്റ്റം കേട്ടോ. നിന്റെ അകത്ത് ഈ രക്ഷിക്കപ്പെട്ട ഒരുവന്റെ പ്രത്യേകത പറയാമോ? അവൻ ഇങ്ങനെ അടുത്ത ആളിൽ രക്ഷിക്കപ്പെടണമെന്നാ. നിങ്ങൾക്ക് അങ്ങനെ ആവേശം ഉണ്ടായിട്ടുണ്ടോ? നീ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അടുത്ത ആളും രക്ഷിക്കപ്പെടണമെന്ന് ഉണ്ടോ? ബ്രദറെ വന്നത് തന്നെ അബദ്ധമായിപ്പോയി. എന്നാ പിന്നെ എന്തിനാ ബ്രദറെ അങ്ങ് തിരിച്ചു പോവും? ഉണ്ടോ? മിണ്ടുന്നില്ലല്ലോ. എടാ, ദൈവത്തിന് ചാക്കോ പോയ പൈലി എഴുന്നേപ്പിക്കും, പൈല പോയ തോമസിനെ എഴുന്നേപ്പിക്കും, തോമസ് പോയ മത്തായി എഴുന്നേറ്റ്, കാതിപ്പ് ഇട്ടാൻ പോയ കടുക്കൻ ഇട്ടവും വരും. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ പേടിപ്പിക്കാമെന്ന് ചിന്തിക്കരുത്. അനിപ്പാശ്രയിലും ദൈവത്തിന് പ്രോബ്ലം, പക്ഷെ എനിക്ക് ദൈവം വേണം. അതെന്റെ തീരുമാനമാ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ എല്ലാ പ്രോബ്ലമും മാറും. നിന്റെ അകത്ത് ദൈവരാജ്യം വെളിപ്പെടണം. നീ ദൈവരാജ്യത്തിന്റെ പ്രൊഡക്റ്റാണ്. നീ ദൈവരാജ്യത്തിനകത്ത. ഇനി ഞാൻ ദൂതിലോട്ട് വരട്ടെ. ഇന്ന് സ്തോത്രം കുറയുന്ന ഭാഗമാണ്, പക്ഷെ സ്തോത്രത്തിലോട്ട് വരും. ഇപ്പം പൗലോസ് റോമിലെ സഭയോട് ഈ രാജ്യം എന്താന്ന് വെളിപ്പെടുത്തുക. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും. ഇന്ന് പകൽ ആർക്കും നിന്റെ മുഖം വാട്ടാൻ പറ്റത്തില്ല. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന സന്തോഷം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ലോർഡ്. സാഹചര്യങ്ങളെ മറക്കൂ, സാഹചര്യങ്ങളെ മറക്കൂ, പ്രതിസന്ധികളെ മറക്കൂ. നമുക്കന്ന് ഒത്തിരി പേർക്ക് ആരോഗ്യ പ്രശ്നമുള്ളവരുണ്ട്. ആരോഗ്യ പ്രശ്നം ഉള്ളവരുണ്ട്. ഇപ്പം ഞാൻ ലാലുവിനെ കാണുമ്പോൾ ലാലുവിന് ഒരു ആരോഗ്യ പ്രശ്നമില്ല, നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ? ഒരിക്കൽ ഒരാൾ, പുള്ളിക്കൊന്നും കൈവേദനയും കാലുവേദനയും നടുവിനേനയാണ്, ഭയങ്കര വേദനയാണ്, ഒരു കുറവുമില്ല. പുള്ളിങ്ങനെ ഭാരപ്പെട്ട് യോഗത്തിന് വന്നിരിക്കുക. അപ്പോൾ തൊട്ടടുക്കുള്ള ഒരു ആൻറ്റി അടിപൊളി കാഞ്ചീപുരം ബനാറസ് പൊട്ടൊക്കെ കൊടുത്ത് നല്ല അടിപൊളി വായുവൊക്കെ പിടിച്ച് ഗുസിയുടെ പുറമൊക്കെ അടിച്ച് മിന്നി വന്നിരിക്കുക. ഒരു ദിവസം അടുത്തിരുന്ന ആളെ മാറിയിരിക്കേണ്ടപ്പോൾ പുള്ളിക്കാരത്തിക്ക് അടുക്ക പോയിരിക്കേണ്ടി വന്നു. പുള്ളിക്കാരത്തി വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, എനിക്കങ്ങ് ഭയങ്കര കാലുവേദനയും കൈവേദനയാണ്. പുള്ളിക്കാരത്തി പറഞ്ഞു, അത്രയല്ല ഉള്ളത്, എനിക്ക് ഒരു കിഡ്നി പോയിരിക്കുക, ഹാർട്ടിനൊരു 3 ബ്ലോക്കുണ്ട്.
നടക്കുമ്പോൾ കിതയ്ക്കുന്നുണ്ട്, കിടക്കാൻ പറ്റത്തില്ല, ഞാൻ ചാരി ഇരുന്ന് ഉറങ്ങുന്നു. ഇത്രയും കട്ടപ്പോൾ പുള്ളിക്കാരത്ത് പറഞ്ഞ് കാലുവേദനയാണ് നല്ലേ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ചിലർ ചുമ്മാതെ എല്ലാ ആഴ്ചയും ചെക്കപ്പാ. ചിലർ ഇല്ലാത്ത രോഗം അങ്ങോട്ട് ചോദിച്ച് വാങ്ങിച്ച് വടി വെട്ടി അടി വാങ്ങിക്കും. ഞാൻ ഈയൊരു ഡോക്ടറെ കാണാം. അപ്പം ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഡോക്ടർ എനിക്ക് കുറച്ച് ടെസ്റ്റ് എഴുതി, ഇന്ന ടെസ്റ്റ് എഴുതിയപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എന്തെങ്കിലും ടെസ്റ്റ് നടത്തി? പുള്ളി പറഞ്ഞു, ഇന്ന് വരെ ഒരു ടെസ്റ്റ് ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ കൈ കൊടുത്ത ചോദിച്ചു, ഡോക്ടർ നിങ്ങൾ മിടുക്കനാ, എന്നെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിക്കുകയും പുള്ളി ഒരു ടെസ്റ്റ്. മിടുക്കന്മാരങ്ങനെ. നീ ഓക്സിജൻ വളർന്നുകൊണ്ട്, BP അളന്നുകൊണ്ട്, ഷുഗർ വളർന്നുകൊണ്ട്, ഓരോ ദിവസവും കൗള് ഓട്ടി യോഗത്തിന് വന്നിരുന്നോണ്ട് വെറുതെ മൊത്തത്തിൽ മടുപ്പാ. എങ്ങനെ മടുക്കായിരിക്കുന്നു? കാരണം നിന്റെ അകത്ത് വേണ്ട എനർജി വരുന്നില്ലല്ലോ. അതെവിടാ? അത് വരണേ നീ ദൈവരാജ്യത്തിന്റെ വെളിപ്പാട്.